സാധാരണ നിലയിൽ ലോകത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിൻ്റെ പേരുപയോഗിച്ച് വേറൊരു രാജ്യത്തിനെ ഭീഷണിപ്പെടുത്തുന്ന പതിവില്ല. പക്ഷേ ഇത്തവണ ആ പതിവുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയുടെ പേരുപയോഗിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. അതിന് കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനെ തകർക്കാതെ പാകിസ്ഥാന് വിശ്രമമില്ല, താലിബാനെ തകർത്താൽ മാത്രമേ പാകിസ്ഥാന് മുൻപോട്ട് പോകാൻ കഴിയൂവെന്ന്. ഇതിന് മറുപടിയായിക്കൊണ്ട് അഫ്ഗാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷർ മുഹമ്മദ് അബ്ബാസ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, വഖാൻ ഇടനാഴി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരും. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ അപ്പുറത്തുള്ളത് ഇന്ത്യയാണ്. 1971 നിങ്ങളുമായിട്ടുള്ള യുദ്ധം, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിങ്ങൾ തോറ്റമ്പി ലോക ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു കീഴടങ്ങലിന് സാക്ഷ്യം വഹിച്ചു. 93,000-ഓളം പാക് പട്ടാളക്കാരാണ് ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയത്. നിങ്ങളെ വെട്ടിമുറിച്ചവർ രാജ്യം രണ്ടാക്കി. അതൊന്നും നിങ്ങൾ മറക്കരുത്. എന്തിനേറെ തങ്ങളുമായി ഏറ്റുമുട്ടി 1973-ലും 89-ലും സ്ഥിതി ഇതൊക്കെ തന്നെ ആയിരുന്നു. അതായത് പോരാടാൻ കരുത്ത് അന്നേ നിങ്ങൾക്കില്ല, ഇപ്പോൾ നിങ്ങൾ വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഇടത്തുനിന്നും സഹായങ്ങൾ തങ്ങളും സ്വീകരിക്കും, സർവ്വശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വലിയ മുന്നറിയിപ്പാണ് താലിബാൻ ഭരണകൂടം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന സംഘർഷം പല മേഖലയിൽ പല ഗ്രൂപ്പുകൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസവും 8ഓളം പട്ടാളക്കാരുടെ ജീവനാണ് പാകിസ്ഥാൻകാർക്ക് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.